നമ്മളുടെ എല്ലാം സ്വന്തം ശ്രീജിത്ത് IPS. അദ്ദേഹം ഒരു നല്ല ഗായകൻ കൂടിയാണ്. ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ ഞാൻ വിളിക്കുന്നു ആ മഹാമനുഷ്യനെ, ശ്രീജിത്ത് IPS. ഞങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ പരിചയമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് മലപ്പുറം ആയിരുന്നു, MSP. മലപ്പുറം MSP ക്യാമ്പിൽ അവിടുത്തെ മേധാവിയായിരുന്നു. അന്ന് എനിക്കൊരു ഗാനമേള ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രീജിത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. അന്നേ എനിക്കറിയാം ഇദ്ദേഹം ഒരു വലിയ കലാകാരനാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിലുപരി അദ്ദേഹത്തിന് കലാപരമായിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട്. പാട്ടുപാടും, അസലായിട്ട് മൃദംഗം വായിക്കും. ഇനി എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എന്തായാലും ശ്രീജിത്ത് തന്നെ പറയണം. അല്ല, കാര്യമായിട്ട് വേറൊന്നുമില്ല, ഈ കലാസ്വാദനം തന്നെയുള്ളൂ. നിങ്ങളുടെയൊക്കെ പാട്ട് കേട്ട് സന്തോഷിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറയാം നേടാം ഇതിൻ്റെ 49ാമത്തെയും 50ാമത്തെയും എപ്പിസോഡാണ് ഇവിടെ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ ഷോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അങ്ങയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഇത് ഈ ഷോയെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോലീസിനും വളരെ എളുപ്പം കിട്ടുന്നൊരു ഭാഗ്യമല്ല അങ്ങേ പോലൊരു മഹാന്റെ കൂടെ വന്ന്. പോലീസിന് സാംസ്കാരികമായി ഇത്രയൊക്കെ ഒരു എന്താ പറയുക മൂല്യമുണ്ടെന്ന് വകവെച്ച് തന്നതിന് അത് തന്നെ വലിയ നന്ദി. അയ്യോ, അത് ഞാൻ ഈ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് അഭിനന്ദനമുള്ളത് നേഴ്സസിനും അതുപോലത്തെ അങ്ങനെയുള്ള പ്രവർത്തകർക്ക് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. കാരണം എനിക്കറിയാവുന്ന, ഞാൻ കൊച്ചിയിലാണ് കൂടുതൽ സമയം എപ്പോഴും. അവിടെയുള്ള ഒത്തിരി പോലീസ് ഓഫീസേഴ്സ് അനുഭവിക്കുന്ന യാതന കൊച്ചി മാത്രമല്ല, കേരളം മുഴുവൻ. കാരണം അവർ ഈ ഇതിൻ്റെ കൂടെ ഇപ്പം ഒരു സമരം വന്നാലും അതിനിടെ കിടന്ന് പോകണം. എന്ത് പ്രശ്നങ്ങൾക്ക് അവരിടപെടുന്നു എന്നുള്ളത് ഒരു പ്രശംസനീയമായ കാര്യമാണ്, യാതൊരു സംശയവും. ഇപ്പോൾ അങ്ങിപ്പോൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യം തരുന്നൊരു സംഗതി കൂടിയാണ്. പോലീസുകാരുടെ സേവനം ഈ കോവിഡ് കാലത്തെ പോലെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു കാലം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെയധികം, അതായത് ഞാൻ ജനമൈത്രി പോലീസിൻ്റെ സംസ്ഥാന നോഡൽ ഓഫീസർ കൂടിയാണ്. ഒരു വശത്ത് ഞങ്ങൾ തലോടുകയും മറുവശത്ത് അവരെ തടഞ്ഞു നിർത്തുകയും ചെയ്യേണ്ട ഒരു ബാധ്യത പോലീസിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ദ്വിമുഖമായിട്ടുള്ള ഒരു അപ്രോച്ച് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരികയാണ്. പലപ്പോഴും കാർക്കശ്യം കാണിക്കേണ്ടി വരും. എന്നാൽ കാർക്കശ്യത്തിൻ്റെ കൂടെ അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കാനും ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും ഒക്കെ ഗ്രേറ്റ് സർവീസ്. അപ്പോൾ ഒരിക്കൽ കൂടി വന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ശ്രീജിത്ത് പറയാൻ റെഡിയാണോ? തീർച്ചയായിട്ടും പറയാൻ റെഡിയാണ്. എന്നാൽ നേടാനും റെഡി ആയിക്കോ? തീർച്ചയായിട്ടും ആയിക്കോട്ടെ. വെൽക്കം ടു ദ ഹോട്ട് സീറ്റ്. താങ്ക് യു. ഈ സെറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഒരു പാട്ട് പാടാൻ അനുവാദം തന്നെ, ഒരു പാട്ട് പാടി നമുക്ക് തുടങ്ങാം. സന്തോഷം സന്തോഷം. ഗോമതിപ്പൈ ചൊല്ലുന്നു, ഗോപിമാരും ചൊല്ലുന്നു, ശ്രീ ഗുരുവായൂരപ്പൻ സ്വന്തമാണെന്ന്. നന്ദിനിക്കും മക്കൾക്കും സുന്ദരി തൈവല്ലിക്കും ചന്തമേറും ശ്രീകൃഷ്ണൻ ബന്ധുവാണെന്ന്. കാർമുകിലും ചൊല്ലുന്നു, മേഘവർണ്ണം തൻ്റേത്, പൂങ്കുയിലും കൂവുന്നു, പുല്ലാങ്കുഴലിൻ്റേത്. കാർമുകിലും ചൊല്ലുന്നു, മേഘവർണ്ണം തൻ്റേത്, പൂങ്കുയിലും കൂവുന്നു, പുല്ലാങ്കുഴലിൻ്റേത്. ഗോമതിപ്പൈ ചൊല്ലുന്നു, ഗോപിമാരും ചൊല്ലുന്നു, ശ്രീ ഗുരുവായൂരപ്പൻ സ്വന്തമാണെന്ന്. എന്തായാലും ശ്രീജിത്തിൻ്റെ ഒരു പാട്ട് ഞങ്ങൾക്ക് കേൾക്കണം ആഗ്രഹമുണ്ട്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓ ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓ ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ. ചുറ്റുവിളക്കുണ്ട്, മീനാക്ഷിക്കാവുണ്ട്, കൽച്ചിറയുണ്ടിവിടെ.
സംഗതികളെല്ലാം മണിമണി പോലെ വീഴുന്നു. ഓ, വളരെ സന്തോഷം. എനിക്കിപ്പോ ഞാൻ റിയാലിറ്റി ഷോയിൽ ഇരിക്കുകയാണോ അതോ ഗെയിം ഷോയിൽ ഇരിക്കുകയാണോ എന്നൊരു സംശയം തോന്നി. പോലീസുകാർക്ക് മാത്രമായിട്ട് ഒരെണ്ണം വെച്ചാൽ ഞങ്ങൾ വരാം. അല്ല, ശ്രീജിത്തിനെ ഞാൻ കാണുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് അല്ല, ഇപ്പോഴും ഒരു പാട്ടുകാരനായിട്ടാണ് ആയിപ്പോയി. അത് കുഴപ്പമില്ല, ദാറ്റ്സ് യുവർ ഡ്യൂട്ടി. പക്ഷെ ഇതെന്ന് പറയുന്നത് പരബ്രഹ്മമൂർത്തി, ആ സംഗതി ഉണ്ടല്ലോ, അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പാടി. കാരണം അതൊന്നും അത്ര ഈസി ആയിട്ടൊരു ആർട്ടിസ്റ്റിന് വരുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് ഇത്രയും തിരക്കിനിടയിൽ നിങ്ങൾ എപ്പോഴും 24 മണിക്കൂറും പോലീസ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പാടുക എന്ന് പറയുന്നത് ഒരു അതിശയം തന്നെയാണ്. താങ്ക് യു. സത്യം, ഞാൻ എന്നും സത്യമായിട്ട് തന്നെ. അപ്പൊ നമുക്ക് ആരൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് സന്തോഷ്. ഞാൻ സിവിൽ പോലീസ് ഓഫീസറാണ്. എവിടാണ്? ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നത്. PSQൽ? അതെ. ഓക്കെ. മാഡം? നമസ്കാരം സർ. എൻ്റെ പേര് ലൗലി ജി നായർ എന്നാണ്. ഞാനും സിവിൽ പോലീസ് ഓഫീസറാണ്. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് ജോലി ചെയ്യുന്നു. PSQ? അതെ. ഓക്കെ. എന്തിലൊക്കെ ജോലി ചെയ്യുന്നത് പറഞ്ഞു കൊടുക്ക്. സർ, ഞാൻ ജനമൈത്രി ഡയറക്ടറേറ്റ്, IG ശ്രീജിത്ത് സാറ് നോഡൽ ഓഫീസറായിട്ടുള്ള ജനമൈത്രി ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥയാണ്. ഓക്കെ. ഞാൻ കേരള പോലീസിന്റെ സോഷ്യൽ മീഡിയ സെല്ലിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. സന്തോഷിനും ലൗലിക്കും സ്വാഗതം പറയാം നേടാം എന്ന ഷോയിലേക്ക്. ഓക്കെ. അപ്പം സാറിന് എന്തായാലും ഒരു സംശയം ചോദിക്കേണ്ടി വരത്തില്ല. എന്നാലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, നിങ്ങൾക്ക് സ്പിരിറ്റ് എന്നുള്ള പടമാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഒന്ന് ഹിന്റ് ചെയ്ത് കൊടുത്തരും കേട്ടോ. സഹായിച്ചില്ലെങ്കിൽ അറിയാമല്ലോ, ട്രാൻസ്ഫർ. സസ്പെൻഷന് കുറഞ്ഞ ഒരു പരിപാടി. ട്രാൻസ്ഫർ ഒക്കെ പിന്നെയല്ലേ. അവര് ശ്വാസം മുട്ടിയിരിക്കുക, എന്തെങ്കിലും അറിയാതെ ചോദിച്ചു പോയിട്ട് അവസാനം പറഞ്ഞില്ലെങ്കിൽ. അല്ല, ഇവരെ രണ്ടുപേരെയും കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്, ജനങ്ങൾ അറിയണമല്ലോ. ഈ സോഷ്യൽ മീഡിയ സെൽ ഇപ്പം ഞങ്ങളുടേത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിന് റീച്ച് ഉള്ളതാക്കി മാറ്റിയതിലൊക്കെ ഉള്ള നിർണായക പങ്കുവെച്ച പോലീസുകാരനാണ് സന്തോഷ്. ഇപ്പം നമ്മൾ ന്യൂയോർക്ക് പോലീസിനെ കടത്തി വെട്ടി. അത് ശരി. സോഷ്യൽ മീഡിയ റീച്ചിൽ കേരള പോലീസ് ന്യൂയോർക്ക് പോലീസിനെ കടത്തി വെട്ടിയിരിക്കുകയാണ്. അതുപോലെ ജനമൈത്രി എന്ന് പറയുന്ന സംവിധാനം ലോകത്ത് കമ്മ്യൂണിറ്റി പോലീസിംഗ് പലയിടത്തും പരീക്ഷിച്ചിട്ടുണ്ട്. അതെ. നിയമമായിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ ഡയറക്ടറേറ്റും അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഉദ്യോഗസ്ഥയാണ് ലൗലി. കേരളത്തിൽ മുഴുവൻ അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ സിവിൽ പോലീസ് ഓഫീസർമാരാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ബഹുമാനിച്ച് വെറുതെ കുറേശ്ശെ പറഞ്ഞ് അവർ ഒരുപാട് ജോലി ചെയ്യുന്നവരാണെന്നും കൂടെ ജനങ്ങളൊന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൺഗ്രാറ്റ്സ്. ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ നാഷണൽ അവാർഡ്. മദ്യപാനികളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പം ചില ക്ലിപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കോവിഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതിന് വളരെ അബദ്ധജടിലമായ കുറേ കൺസെപ്റ്റ്സ് ആണ് ഇതെല്ലാം. സത്യം പറഞ്ഞാൽ ഞാൻ സംസാരിച്ച ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്യപാനം കൊണ്ട് ഉള്ള ഇമ്മ്യൂണിറ്റി കുറയാന്നുള്ളതല്ലാതെ കൂടാൻ ഒരു വഴിയും ഇല്ല, ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ കോവിഡും മദ്യവുമായിട്ട് ഒരു ഡയറക്റ്റ് കൊറിലേഷൻ ഇതുവരെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന എല്ലാ ദൂഷ്യവശങ്ങളും കോവിഡ് കാലത്തും ഉണ്ടാവും, അല്ലാത്തപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് മദ്യപാനികൾ കരുതി മദ്യപിക്കുക. പ്രത്യേകിച്ച് ഈ മദ്യപിച്ച് കഴിയുമ്പോൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പാലിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഗുരുവായൂരൊക്കെ പോകാറുണ്ടല്ലോ? തീർച്ചയായിട്ടും. ഗുരുവായൂരപ്പന്റെ പേര് പറഞ്ഞാൽ പിന്നെ ബാക്കി നമുക്കറിയാം. ഒരു ഗുരുവായൂരപ്പന്റെ പാട്ട് അറിയാവോ? ഏതെങ്കിലും പാട്ട്? ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും, ഞാൻ ഗോപകുമാരനെ കാണും. അത് പൊളിച്ചു. ഞാൻ ഗോപകുമാരനെ കാണും. ജീവിതത്തിൽ ഒരുപാട് കേസുകളെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഒരു ആയിട്ടുള്ള ഒരു കേസ്? ഏതായിരുന്നു ജീവിതത്തിൽ? ഞാൻ ASP ആയിരുന്ന സമയത്ത് തലശ്ശേരിയിൽ വെച്ച് എന്നെ ബോംബ് എറിഞ്ഞിട്ടുണ്ട്. ഓ, അത് ശരി. അപ്പോൾ അതൊരു ജീവിതത്തിലെ വലിയൊരു പരീക്ഷണ ഘട്ടമായിരുന്നു. ബോംബെറിഞ്ഞ് ഒരു 14ഓളം സർജറി എൻ്റെ ശരീരത്തിന് വേണ്ടി വന്നു. അത് എൻ്റെ ജീവിതത്തിലൊരു വളരെ നിർണായകമായ, കേരളത്തിലെ ആദ്യത്തെ ബോംബെറിയപ്പെടുന്ന IPS ഉദ്യോഗസ്ഥൻ. സാധാരണ ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് പേർക്ക് ബോംബേറ് കിട്ടിയിട്ടുണ്ടെങ്കിലും IPSകാരുടെ ഇടയിൽ ആദ്യമായിട്ട് ബോംബേറ് കിട്ടി ആശുപത്രിയിലായവൻ ഞാനെന്ന് ഒരു പ്രശസ്തി. അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു നാഴികക്കല്ലാണ് പല രീതിയിൽ. അതിന് വേറൊരു സാന്ദർഭികമായ ഒരു സംഗതി കൂടെയുണ്ട്.
1999 സെപ്റ്റംബർ 27-നാണ് എനിക്ക് ഈ ബോംബേർ സംഭവിക്കുന്നത്. കൃത്യം ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് ബോംബേർ കിട്ടിയതിൻ്റെ കേവലം ഒരു 4-5 കിലോമീറ്റർ മാറിയിട്ട് ഏകദേശം അതേ സ്ഥലത്ത് തന്നെ വെച്ച് അസ്ന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിക്ക് ബോംബർ. ആ കുട്ടി ഇപ്പോൾ ഒരു ഡോക്ടറാണ്. ആ കുട്ടിയുടെ ഒരു കാല് നഷ്ടപ്പെട്ടു. വളരെ രസകരമായ ഒരു സംഗതി എന്ന് വെച്ചാൽ എനിക്കും കാലിൽ അതേ സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയിരുന്നത്. ഈ എറിയുന്നവൻ ആ സ്ഥാനം നോക്കി വെച്ചിരിക്കുകയല്ലേ? കാലിൻ്റെ ഒന്നല്ല, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ സാധനങ്ങൾ പലതും ഇതിനകത്ത് കുത്തിക്കയറ്റും. എന്നിട്ട് അതായത് ഈ ടാക്സാണി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ചെറിയ ആണികളും വെള്ളാരങ്കലിൻ്റെ പൊടിയൊക്കെയാണ് ഇവർ നാടൻ ബോംബ് ഉണ്ടാക്കുമ്പോൾ അവിടെ ഉള്ളവർ. ഇത് എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരീരത്തിനകത്ത് സഞ്ചരിക്കുക എന്നുള്ളതാണ്. ബ്ലഡ് സ്ട്രീമിനകത്ത് ഇത് കയറും. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ കാലിന് നിലത്തെറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ കാലിനാണ് കൂടുതൽ പരിക്ക് പറ്റുക. ബാക്കി മുകളിലോട്ട് നമ്മൾ വളരെ അടുത്താണെങ്കിൽ നേരെ മേത്തോട്ട് എറിഞ്ഞാൽ വലിയ പരിക്ക് പറ്റും. അപ്പം എനിക്ക് ഈ അസ്ന എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായിട്ട് അതേ ദിവസം, അതായത് കൃത്യം അടുത്ത കൊല്ലം സെപ്റ്റംബർ 27-നാണ് അസ്നയ്ക്ക് പരിക്ക് പറ്റുന്നത്. അപ്പോൾ അത് അവിടെ എന്തൊക്കെയോ ഒരു എന്താ ഒരു മായിക പ്രപഞ്ചം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ കൊല്ലങ്ങൾ കഴിഞ്ഞ് അറിഞ്ഞു എന്നെ ബോംബെറിഞ്ഞ വ്യക്തി ബോംബ് നിർമ്മാണത്തിനിടയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് മരിക്കുകയാണ്. അങ്ങനെ വളരെ എന്താ പറയുക ഒരു കാവ്യനീതി. പിന്നെ അത് കാരണം താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ വീണ്ടും അനുഭവിക്കുന്നു. പക്ഷെ അവിടെ ഉള്ളവരെല്ലാവരും ഇരകളാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നോ, ഈ സ്വയം മരിക്കാൻ തയ്യാറാവുന്നതും മറ്റുള്ളവരെ കൊല്ലാൻ തയ്യാറാവുന്നതൊക്കെ എന്തിനാണെന്നുള്ളൊരു തിരിച്ചറിവോ ഇല്ലാതെയാണ് പലരും ചെയ്യുന്നത്. അതെന്റെ ജീവിതത്തിലൊരു വലിയ അനുഭവമായി. പിന്നെ വലിയ അനുഭവമായി, മറക്കാൻ പറ്റാത്തൊരനുഭവം. അത് കഴിഞ്ഞ് ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അതിനേക്കാൾ രസമായിരുന്നു. കുറേ നേരത്തേക്ക് എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ആദ്യത്തെ സർജറി നടത്താൻ നേരത്ത് ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, എനിക്ക് ചെറുതായിട്ട് ബോധം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാണണം. എൻ്റെ കാലിലാണ് ചെയ്യുന്നത്. ഡോക്ടർ എന്നോട് പറഞ്ഞു എൻ്റെ ഇത് BP സ്ക്രീനിൽ BPയും എൻ്റെ പൾസും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ചിന്തയിൽ ഞാൻ വളരെ നോർമലാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പൾസ് റേറ്റ് 100-ന് മുകളിൽ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഹൃദയം. ഡോക്ടർ എന്നോട് പറഞ്ഞു അത് നിങ്ങൾ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുക, അത് നിങ്ങൾ കുറച്ച് ഒരു 80-ൻ്റെ അടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ കാണിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നിട്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. യു ടേക്ക് ഡീപ് ബ്രെത്ത്സ് എന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ വളരെ നേരം ഡീപ് ബ്രീത്ത് ചെയ്ത് ഏകദേശം ഒരു 5 മിനിറ്റോളം ഡീപ് ബ്രീത്ത് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഇറ്റ് കെയിം ഡൗൺ. അപ്പം വളരെ എന്താ പറയുക സന്നിഗ്ധ ഘട്ടങ്ങളിൽ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാമെന്നുള്ളത് ആ ഡോക്ടർ എനിക്ക് പഠിപ്പിച്ചു. എന്നിട്ട് ഡോക്ടർ എനിക്ക് കാണിച്ചു തന്നു, എൻ്റെ കാല് സർജറി നടത്തുന്നത് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അങ്ങനെ വളരെ രസകരമായ ഒരുപാട് റെവലേഷൻസിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അത് പോലീസിൽ നിന്ന് കിട്ടിയൊരു വലിയ അനുഭവമാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. അപ്പം ലെന കേട്ടില്ലല്ലോ, ശ്രീജിത്ത് പാടുന്ന കേട്ടില്ലല്ലോ? ഞാൻ യൂട്യൂബിൽ വൈറലായതൊക്കെ അറിഞ്ഞു, കേട്ടു. ഇന്നിവിടെ പാടിയതൊന്നും കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഒരു 4 വരി ആനന്ദ ഭൈരവി രാഗം, ഒരു ശക്കലം. ആനന്ദ ഭൈരവി നമ്മുടെ ആറാട്ടിന് ആനകൾ എഴുന്നള്ളി ആഹ്ലാദ സമുദ്രം തിരതല്ലി ആറാട്ടിനാനകളെഴുന്നള്ളി. ആള് ഒരു ജഗജില്ലാടിയാണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലല്ലേ അല്ലേ?